നമസ്തേ, ഞാൻ അജിത്. ഇന്നത്തെ ആർട്ട് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് വെച്ചാൽ മെറ്റീരിയൽസ് ഫോർ ആർട്ടിലെ പെൻസിൽസ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. ഏതാണ് പെൻസിലുകൾ, പലതരത്തിലുള്ളത്, എന്താണ് അതിൻ്റെ ഉപയോഗം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. ഇവിടെ ഞാൻ കുറച്ച് പെൻസിലുകൾ, അതും ആർട്ടിസ്റ്റ് ക്വാളിറ്റി പെൻസിലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ പെൻസിലുകളുടെ പ്രത്യേകത എന്താണ്, ഇതിൽ ബേസിക് സ്റ്റഡീസിൽ നമുക്ക് ഏതൊക്കെ പെൻസിലുകൾ ആവശ്യമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മളുടെ ലെസണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് മാത്രമല്ല, ഈ പെൻസിലുകൾക്ക് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഗ്രേഡിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെക്കുറിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ കുട്ടിക്കാലം മുതൽ ഈ പെൻസിൽ പല നിറത്തിലുള്ള, പല തരത്തിലുള്ള ഗ്രാഫൈറ്റുള്ള പെൻസിലുകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെൻസിലുകളെക്കുറിച്ച് നമുക്ക് ഒരുവിധം നോളജ് ഉണ്ട്. പക്ഷേ കലയിൽ വരുമ്പോൾ, ആർട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചുള്ള നോളജ് അതുപോരാ. കുറച്ചും കൂടി വ്യക്തമായ ഒരു നോളജ് ഈ പെൻസിലുകളെക്കുറിച്ച് നമുക്ക് ആവശ്യമാണ്. പിന്നെന്ന് പറയുന്നത്, ഈ ഗ്രാഫൈറ്റ്, ഇത് ഈ പെൻസിലിൻ്റെ നടുക്ക് ഭാഗത്താണ് നമ്മൾ കാണുന്നത്. ഇതിന് ചുറ്റും തടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഗ്രിപ്പ് എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഗ്രിപ്പ് ഇത് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഗ്രാഫൈറ്റ് ഒടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ തടി പ്ലാസ്റ്റിക് കൊടുത്തിരിക്കുന്നത്. ചില പെൻസിലുകളിൽ ഈ തടിയും പ്ലാസ്റ്റിക്കും കാണില്ല, മൊത്തമായി ഗ്രാഫൈറ്റ് ഉണ്ടായിരിക്കും. അതിനൊരു പോളി കവർ ഉണ്ടായിരിക്കുന്നു, ഒരു പോളി കോട്ടഡ് പോലെ മുകളിൽ കൊടുത്തിരിക്കും. ഈ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ടുള്ള, ഹാർഡായിട്ടുള്ള ഒരു സബ്സ്റ്റൻസാണ്. ഇത് നമുക്ക് നാച്ചുറലി കിട്ടും, ആർട്ടിഫിഷ്യലായിട്ടും കിട്ടും. നാച്ചുറലി നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് ഗ്രാഫൈറ്റ് മൈൻസ്, അതിൽ നിന്നും മൈനിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന പെട്രോ കെമിക്കൽസിൻ്റെ എക്സ്ട്രാക്ഷൻ വഴിയാണ് ആർട്ടിഫിഷ്യലായിട്ട് നമുക്ക് ഗ്രാഫൈറ്റ് കിട്ടുന്നത്. ഈ പെൻസിൽ ഗ്രാഫൈറ്റ് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, പല ക്വാണ്ടിറ്റിയിൽ ഗ്രാഫൈറ്റ് വെള്ളവും ചെളിയും, അതായത് ക്ലേയുമായി മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒരു 1000-1500 ഡിഗ്രിക്ക് മുകളിൽ ചൂടാക്കി പല ഗ്രേഡിലുള്ള ഗ്രാഫൈറ്റുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പെൻസിലുകൾക്ക് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം തന്നെയുണ്ട്. ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആദ്യമായി വരുന്നത് HB ആണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ഒരു സൈഡിലേക്ക് 2B, 3B, 4B, 5B മുതൽ 12B വരെയുള്ള പെൻസിലുകൾ വരും. മറ്റൊരു സൈഡിലേക്ക് H, 2H, 4H, 5H, അങ്ങനെ ഒരു സൈഡിലേക്ക് H പെൻസിലുകളും വരും. ഇതിൽ HB എന്ന് വെച്ചാൽ H ഹാർഡ്, B ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് വെച്ചാൽ ഗ്രാഫൈറ്റ്. അപ്പോൾ 2B, 3B, 4B, 12B പെൻസിലുകൾക്ക് ഗ്രാഫൈറ്റിൻ്റെ അളവ് കൂടിയാണ് വരുന്നത്. അത് 2Bയിൽ എത്ര ഗ്രാഫൈറ്റ് ഉണ്ടോ അതിൽ കൂടുതൽ ഗ്രാഫൈറ്റ് 3Bയിൽ വരും. ഏറ്റവും കൂടുതൽ ഗ്രാഫൈറ്റ് വരുന്ന 12B പെൻസിലുകൾക്കാണ്. അതിൽ ക്ലേയുടെ അംശം വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡാർക്ക്നെസ് കൂടി വരും. HBയിലാണെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ആയിരിക്കും ക്ലേയും ബ്ലാക്കും. ഇടതുവശത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ H, 2H, 4H പെൻസിലുകൾക്ക് ക്ലേയുടെ അംശം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്പർ കൂടി വരുമ്പോൾ ക്ലേ കൂടിയാണ് ചെയ്യുന്നത്, ഗ്രാഫൈറ്റ് കുറയും. ആ പെൻസിലുകൾ വളരെ ലൈറ്റായിരിക്കും. പിന്നീടെന്ന് പറയുന്നത് HBക്കും Hനും ഇടയിലൊരു പെൻസിലുണ്ട്, അതായത് F പെൻസിൽ. F എന്ന് വെച്ചാൽ ഫൈൻ ഗ്രേഡ് പെൻസിൽസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്ലേയുടെ അംശം HB അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പെൻസിലുകളെ വളരെ നീളത്തിൽ നമുക്ക് ഷാർപ്പൻ ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന പെൻസിലുകളല്ല. ഇത് സാധാരണയായി ഡിസൈനിങ്ങിനും സ്കെച്ചിങ്ങിനും ഡ്രോയിങ്ങിനും അങ്ങനെയുള്ള പലതിനും നമ്മൾ ആ പെൻസിലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് പെൻസിലുകളെക്കുറിച്ചുള്ള ഇന്നത്തെ ഡിസ്പ്ലേയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ ഇപ്പോൾ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾക്ക് കാണാം, ഈ ടേബിളിൽ കുറച്ച് ആർട്ടിസ്റ്റ് ക്വാളിറ്റി പെൻസിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യമായി ഉള്ളതെന്ന് പറയുന്നത് കളർ പെൻസിലുകളാണ്. ഇത് കഴിഞ്ഞ് വരുന്നതാണ് ചാർക്കോൾ പെൻസിൽ. ഇതും ആർട്ടിസ്റ്റ് ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ബേസിക് സ്റ്റഡീസിന് ആവശ്യമാണ്. ചാർക്കോൾ പെൻസിലിൽ സാധാരണയായി 4 തരം പെൻസിലുകൾ നമ്മളെ ബേസിക് സ്റ്റഡീസിനുണ്ട്.
ഇത് ഒന്ന് സോഫ്റ്റ്, ഒന്ന് മീഡിയം, ഹാർഡ്, വൈറ്റ്. ഇത് 4 നമുക്ക് ബേസിക് സ്റ്റഡീസിൽ ഉപയോഗിക്കാം. ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത ചാർക്കോളിന്റെ സെക്ഷനിൽ വളരെ വിശദമായി പഠിക്കാം. ഇത് എന്ന് പറയുന്നത് പെൻസിൽ ഹോൾഡേഴ്സ് ആണ്. ഇത് എങ്ങനെ പെൻസിൽ ഹോൾഡ് ചെയ്യുന്നു വെച്ചാൽ, ഇതിന്റെ പെൻസിൽ നമ്മൾ ഉപയോഗിച്ച് വളരെ ചെറുതായി വരുമ്പോൾ നമുക്കിത് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു പാർട്ടിലേക്ക് ഈ പെൻസിൽ വെച്ചിട്ട് ഇവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് വലിയ പെൻസിൽ ഉപയോഗിക്കുന്ന സ്ഥലമാണ്, ഇത് ചെറിയ പെൻസിലുകൾ ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇത് ടൈറ്റ് ചെയ്തിട്ട് ഇപ്പം ചെറിയ പെൻസിൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഇതാണ് പെൻസിൽ ഹോൾഡേഴ്സ്. ഇത് നമുക്ക് ആവശ്യമാണ്. എല്ലാ ചെറിയ പെൻസിലുകളും നമുക്ക് പെൻസിൽ ഹോൾഡേഴ്സിന് ഉപയോഗിക്കാൻ പറ്റും. ഈ 2 എന്തെന്ന് വെച്ചാൽ, ഇതിന്റെ പല ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി നമുക്ക് കിട്ടാറുണ്ട്. ഇത് തന്നെ നമ്മൾ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. ഇത് മെക്കാനിക്കൽ പെൻസിലാണ്. ഈ കാണുന്നതാണ് നമ്മുടെ HB, 2B, 3B മുതൽ 12B വരെയുള്ള പെൻസിലുകൾ. ഇത് സാധാരണയായി ബേസിക്കിന് നമുക്ക് ആവശ്യമാണ്, അതുകൊണ്ടാണ് ഇതിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് H മുതൽ 2H, 4H, 6H വരുന്ന H ഗ്രേഡ് പെൻസിലുകൾ. ഇതും നമുക്ക് ബേസിക് സ്റ്റഡിയിൽ ആവശ്യമാണ്. ഈ പെൻസിലാണ് F പെൻസിൽ. ഇതിന്റെ മുന നമുക്ക് നീളത്തിൽ ചെത്താൻ പറ്റും. ഇതിന്റെ ഗ്രാഫൈറ്റ് നല്ല ഹാർഡാണ്. ഈ കാണുന്ന പെൻസിലുകളാണ് ആർട്ടിസ്റ്റ് ഹൈ ക്വാളിറ്റി പെൻസിലുകൾ. ഇത് സാധാരണ ആർട്ടിസ്റ്റുകൾ സ്കെച്ചിനല്ല ഉപയോഗിക്കുന്ന നല്ല ഹൈ ക്വാളിറ്റി പെൻസിലുകളാണ്. ഈ കാണുന്ന 3 പെൻസിൽ ഇത് ഫുൾ ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇതിൽ ക്ലേയുടെ അംശം വളരെ കുറവാണ്. ഇത് ഷെയ്ഡിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലുകളാണ്. ഇത് ക്രേറ്റ കളറിന്റെ തന്നെ വളരെ അധികം ഉപയോഗമുള്ള ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ് ഇത്. ഇതിന്റെ എല്ലാ റേഞ്ചുകളും നമുക്ക് അവൈലബിൾ ആണ്. ഈ കാണുന്ന പെൻസിലാണ് വുഡ്ലെസ് പെൻസിൽ. ഇത് ക്രേറ്റ കളറിന്റെ തന്നെ ഫുൾ ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഷെയ്ഡിങ്ങിൽ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ് വുഡ്ലെസ് ക്രേറ്റ കളർ ഗ്രാഫൈറ്റ് പെൻസിൽ. നമ്മൾ കാണിക്കുന്നതെന്ന് പറയുന്നത് ഇത് ആർട്ടിസ്റ്റ് ചാർക്കോൾ പെൻസിലാണ്. ഇത് വുഡ്ലെസ് പെൻസിലാണ്. ഇതിന് വുഡില്ല, മുകളിൽ വുഡിന്റെ അംശം തീരെയില്ല. ഇത് ഫുള്ള് ചാർക്കോൾ ആയിട്ടുള്ള പെൻസിലാണ്. ഇതിനെക്കുറിച്ച് ഇത് സോഫ്റ്റ് വരും, മീഡിയം വരും, ഹാർഡ് പെൻസിൽ വരും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ചാർക്കോളിന്റെ ക്ലാസ്സിൽ പഠിക്കാം. ഇനി വരുന്നതെന്ന് പറയുന്നത് പേസ്റ്റൽ പെൻസിലാണ്. പലതരം കളറിലുള്ള പേസ്റ്റൽ പെൻസിലുകൾ. ഇത് വളരെ നല്ലൊരു ക്വാളിറ്റിയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ്. ഇത് നമ്മൾ പേസ്റ്റൽ പെയിന്റിങ്ങുകൾക്കും ഡ്രോയിങ്ങുകൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അടുത്തത് വരുന്നതെന്ന് പറയുന്നത് ക്രേറ്റ കളറിന്റെ തന്നെ ആർട്ടിസ്റ്റിക് പെൻസിലാണ്. ഇത് കഴിഞ്ഞ് വരുന്നത് നമുക്ക് ടിൻറ്റഡ് ചാർക്കോളാണ്, ടിൻറ്റഡ് പെൻസിൽ. ഈ ടിൻറ്റഡ് പെൻസിൽ വളരെ റെയറായി കിട്ടുന്ന ഒരു പെൻസിലാണ്. ഇത് നല്ല ഉപയോഗമാണ്. ഇതിൽ പലതരം കളറുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ടിൻറ്റഡ് കളേഴ്സ് ആണ്. ഇത് ചാർക്കോൾ ഡ്രോയിങ്ങുകൾക്ക് നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ്. ഇത് പേസ്റ്റൽ പെൻസിലാണ്, സോഫ്റ്റ് പേസ്റ്റൽ പെൻസിൽ. ലൈനിങ്ങിനും മറ്റുള്ള എല്ലാത്തിനും നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇത് ഗ്ലാസ് മാർക്കർ പെൻസിലുകളാണ്. ഗ്ലാസ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അതുപോലുള്ള സാധാ ഇതിൽ ഈ പെൻസിലുകളൊന്നും തെളിയില്ല. അപ്പോൾ നമ്മൾ അതിൽ ഉപയോഗിക്കുന്ന പെൻസിലാണ് ഇത്. ഈ കാണുന്നത് പെൻസിലല്ല, ഇത് റബ്ബറാണ്, എറേസർ. ഇത് പെൻസിലിനകത്തുള്ള എറേസർ. ഇത് ഷാർപ്പൺ ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ മായ്ക്കുന്നതിന് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഒരു പെൻസിലിന്റെ രൂപം ഉണ്ടായതുകൊണ്ട് മാത്രം ഇത് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്തതാണ്. അപ്പം ഇതാണ് സാധാരണയായി മാർക്കറ്റിൽ കിട്ടുന്ന പെൻസിലുകൾ. ആദ്യമായി ഇവിടെ നമ്മൾ കുറച്ച് പെൻസിലും മറ്റ് ചില ഐറ്റംസും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ബേസിക് സ്റ്റഡീസിൽ ആവശ്യമുള്ള സാധനങ്ങളാണ്. ഈ പെൻസിലുകളുടെ ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് HB പെൻസിൽ അതെന്താണെന്ന് നോക്കാം. HB പെൻസിലിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൽ ബ്ലാക്കും ക്ലേയും തുല്യമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് 2B പെൻസിലാണ്. 2B പെൻസിൽ എന്ന് പറയുമ്പോൾ ബ്ലാക്കിന്റെ അംശം HBയെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 4B പെൻസിലാണ്. 4B പെൻസിലിന് ബ്ലാക്ക് കൂടുതലാണ്, HB 2Bയെ അപേക്ഷിച്ച് അതിൽ ക്ലേ കുറവാണ്. അടുത്തത് 6B ആണ്. 6B പെൻസിൽ നമ്മൾ എടുക്കുമ്പോൾ ബ്ലാക്ക് കൂടുതലാണ്, ക്ലേ കുറവാണ്, സ്മൂത്ത്നെസ് കൂടി വരും, റഫ്നെസ് കുറവ് വരും.
അപ്പം അതാണ് 6B പെൻസിൽ. അടുത്തത് 8B പെൻസിലാണ്. 8B പെൻസിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ സ്മൂത്ത്നെസ് വളരെ കൂടുതലായിരിക്കും. എന്തെന്നാൽ ഗ്രാഫൈറ്റിന്റെ അംശം അതിൽ കൂടുതലാണ്, ബ്ലാക്കും കൂടുതലാണ്, ക്ലേ കുറവായിരിക്കും. അതാണ് അതിൽ വരുന്ന വ്യത്യാസം. അടുത്തത് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് 10B പെൻസിലാണ്. 10Bയിൽ ബ്ലാക്ക് ഒരുപാട് കൂടുതലാണ് ഗ്രാഫൈറ്റിന്റെ അംശം, ക്ലേ വളരെ കുറവായിരിക്കും, സ്മൂത്ത്നെസ് വളരെ കൂടുതലായിരിക്കും. ഞാൻ വെറും ഒരു ലൈൻ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. ഇതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. ഏറ്റവും അവസാനം നോക്കുന്നത് 12B പെൻസിലാണ്. 12B എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ഒരുപാട് കൂടുതലായിരിക്കും. നമ്മൾ ഒട്ടും അതിന് പ്രഷർ കൊടുക്കേണ്ട കാര്യമില്ല. അത് ഈസി ആയിട്ട് സ്മൂത്തായാണ് അത് ഓടുന്നത്. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാക്കാം. എച്ചിലേക്ക് വരുമ്പോൾ ക്ലേയുടെ അംശം കൂടുതലായി വരും, റഫ്നെസ് ഭയങ്കരമായിരിക്കും. ഒരു ശബ്ദം നിങ്ങൾക്ക് കേൾക്കാം, അതിന്റെ ആ ഒരയുന്ന ശബ്ദം, അതിന്റെ ആ സ്മൂത്ത്നെസ് തീരെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ശബ്ദം പോലും വരുന്നത്. വളരെ സ്മൂത്ത് എന്ന് വെച്ചാൽ അതിന്റെ ലൈൻസ് എന്ന് പറയുന്ന നല്ല ഷാർപ്പായിരിക്കും എച്ച് പെൻസിലിന്റെ. അതാണ് അതിൽ വ്യത്യാസം വരുന്നത്. അടുത്തത് 2H. 2H എന്ന് പറയുമ്പോൾ വലിയ റഫുള്ള പെൻസിലാണ്, സ്മൂത്ത്നെസ് വളരെ കുറവായിരിക്കും, അതിനകത്ത് ക്ലേ തീരെയില്ല, ലൈൻസ് വളരെ ചെറുതായിട്ടായിരിക്കും വരുന്നത്, ക്ലേയുടെ അംശം കൂടുതലായിരിക്കും. അടുത്ത 4H പെൻസിൽ. 4H പെൻസിലിൽ ഒരുപാടാണ് ക്ലേയുടെ അംശം, അതുകൊണ്ട് റഫ്നെസ് ഇത്ര കൂടുതലായിരിക്കും, ഡാർക്ക് തീരെ കാണില്ല, വളരെ ലൈറ്റ് ആയിരിക്കും. നമ്മൾ സ്കെച്ചിങ്ങിനൊക്കെ ആദ്യം ഉപയോഗിക്കുന്ന ഈ ഒരു പെൻസിലുകളോ അല്ലെങ്കിൽ 6H പെൻസിലുകളാണ് ഉപയോഗിക്കുന്നത്, വളരെ ലൈറ്റായിട്ട് സ്കെച്ച് ചെയ്തെടുക്കാൻ. അടുത്തത് ആ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിന്റെ റഫ്നെസ് എത്ര ഉണ്ടായിരിക്കും എന്നുള്ളത്. 6H എന്ന് പറയുമ്പോൾ വളരെ റഫായിരിക്കും, വളരെ നമുക്ക് തീരെ കാണാൻ പോലും ഒക്കത്തില്ല അതിന്റെ കറുപ്പ്. എന്നുവെച്ചാൽ ക്ലേ എത്രയ്ക്ക് ക്ലേ ഉള്ളൊരു പെൻസിലാണ് 6H. ഇതാണ് അത് വരുന്നത്. വരച്ചിട്ട് കാണാൻ പോലും ഒക്കത്തില്ല, അത്രയ്ക്ക് ഇതാണ് 6H എന്ന് പറയുന്നത്. അടുത്തത് മെക്കാനിക്കൽ പെൻസിൽ. മെക്കാനിക്കൽ പെൻസിൽ എന്ന് പറയുന്നത് 0.7 ആണിത്. ഇത് നമ്മൾ ആർട്ടിൽ ഉപയോഗിക്കുന്ന നല്ലൊരു പെൻസിലാണ്, നല്ല സ്മൂത്തായി ഉപയോഗിക്കുന്ന ഒരു പെൻസിലാണ്, വളരെ നല്ല പെൻസിലാണിത്. സ്കെച്ചിങ്ങിനും എല്ലാത്തിനും നല്ല കളറും സ്മൂത്തും ഡാർക്ക്നെസ് ഒക്കെ വരുന്ന വളരെ നല്ലൊരു മെക്കാനിക്കൽ പെൻസിൽ. ആർട്ടിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പെൻസിലാണിത്. അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫുൾ ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇത് നമ്മൾ ഷെയ്ഡിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പെൻസിലാണ്, ഫുള്ളായിട്ട് ഗ്രാഫൈറ്റ് ആണ്. ഇതാണ് ഗ്രാഫൈറ്റ് പെൻസിൽ. ഇതിൽ വുഡിന്റെ അംശം തീരെ ഇല്ലാത്തത് കൊണ്ടും റഫ്നെസ്സും സ്മൂത്ത്നെസ്സും ആൾമോസ്റ്റ് ഒരുപോലെയാണ്, പക്ഷെ എങ്കിലും നല്ലൊരു പെൻസിലാണ്. അടുത്തത് ചാർക്കോൾ പെൻസിലാണ്. ചാർക്കോൾ പെൻസിൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാർക്ക് ആയിരിക്കും, നിങ്ങൾക്ക് അറിയാം. ഇത് മീഡിയമാണ്, അതുകൊണ്ട് ചെറിയ റഫ്നെസ് ഉണ്ട്. ഇതാണ് ചാർക്കോൾ പെൻസിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ പെൻസിലിന്റെ ഡിഫറൻസ് എന്താണെന്ന്. നമുക്ക് ബേസിക് സ്റ്റഡീസ് നമുക്ക് പിന്നീട് വേണ്ടുള്ളത് ഒരു ഷാർപ്പണറാണ്. ഇതാണ് പേപ്പർ ഷാർപ്പണർ. ഇതിന്റെ നമ്പർ എന്ന് പറയുന്ന 1000ന്റെ പേപ്പറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രീതിയിൽ നല്ല ഷാർപ്പായിട്ട് നമുക്ക് ഷാർപ്പൻ ചെയ്തെടുക്കാം, നല്ല ഫാസ്റ്റായിട്ട് ഇത് ഷാർപ്പാവുന്നൊരു പേപ്പറാണ്. അടുത്തത് നമുക്ക് വേണ്ടുള്ളത് എറേസറാണ്. പെൻസിൽ എറേസർ ഒരെണ്ണം വേണം. ഇത് ഗ്രാഫൈറ്റ് പെൻസിലാണ്. ഇത് ഒരെണ്ണം ഉണ്ടെങ്കിൽ വളരെ നല്ലത്, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് വേണ്ടത് 0.5ന്റെ, ഇതിപ്പോൾ 0.7ന്റെ മെക്കാനിക്കൽ പെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് 0.5ന്റെ ഒരെണ്ണം വേണം മെക്കാനിക്കൽ പെൻസിൽ. പെൻസിലിന്റെ തന്നെ ഒരു ഹോൾഡർ ഉണ്ടായിരിക്കണം. ഇതിന്റെ ലീഡ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു സെറ്റ് ചാർക്കോളിന്റെ ഒരു സെറ്റ് നമുക്ക് ബേസിക് സ്റ്റഡീസിന് ആവശ്യമാണ്. പിന്നെ ഒരു കട്ടർ, പേപ്പർ കട്ടർ ആവശ്യമാണ്. എറേസർ, ഷാർപ്പണറും ആവശ്യമാണ്. ഷാർപ്പണർ കുറച്ച് നല്ല ക്വാളിറ്റി എടുക്കുക. ഒരു 6 ഇഞ്ചസിന്റെയും 12 ഇഞ്ചസിന്റെയും ഒരു സ്കെയില്, ഇതും നമുക്ക് ബേസിക് സ്റ്റഡീസിന് ആവശ്യമാണ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ബേസിക് സ്റ്റഡീസിന് ആവശ്യമുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എനിക്ക് കമൻറ്റുകൾ അയയ്ക്കുക. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതാണ്. താങ്ക് യു.